കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ചവറ ആധാരമെഴുത്ത് അസോസിയേഷന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 23-24 തീയതികളിൽ നടക്കും. ഓണാഘോഷം, ഭക്ഷ്യക്കിറ്റ് വിതരണം, കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക പുരസ്കാര വിതരണം, വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ചവറ ആധാരമെഴുത്ത് അസോസിയേഷന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, ഓണാഘോഷം, ഭക്ഷ്യക്കിറ്റ് വിതരണം, കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക പുരസ്കാര വിതരണം, വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം എന്നിവ ഓഗസ്റ്റ് 23-24 തീയതികളിൽ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ആധാരമെഴുത്തുകാരുടെ സംഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ചവറയിലെ ആധാരമെഴുത്തുകാർ ഒത്തുകൂടി ചവറ യൂണിറ്റ് എന്ന പേരിൽ ആധാരമെഴുത്ത് സംഘടന ഉണ്ടാക്കിയിട്ടുള്ളതും അതിനുശേഷം 1977 സംസ്ഥാന തലത്തിൽ ആധാരമെഴുത്ത് അസോസിയേഷൻ നിലവിൽ വന്നത്. നിലവിൽ വന്നതിന് ശേഷം ചവറ യൂണിറ്റ് കൂടി ആധാരമെഴുത്ത് അസോസിയേഷനിൽ ലയിക്കുകയും അങ്ങനെ സംയുക്തമായി ഇപ്പോൾ സംസ്ഥാനത്ത് ആൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒറ്റ സംഘടന മാത്രമേ നിലവിലുള്ളൂ. എസ്എസ്ഐ ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള അവരുടെ പ്രയത്ന ഫലമായും അന്നത്തെ ആധാരമെഴുത്തുകാരുടെ സമയോചിതമായ സമീപനത്താലും ചവറയിലെ ആധാരമെഴുത്തുകാർക്ക് ഒരു ഇരിപ്പിടം ഉണ്ടാക്കുകയും ആ ഇരിപ്പിടത്തിലിരുന്ന് ആധാരമെഴുതുകയും ചെയ്തിരുന്ന ഈ സന്ദർഭത്തിൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആധാരമെഴുത്തുകാർ ജോലി ചെയ്തിരുന്ന കെട്ടിടം നേരെ പകുതിയായി മുറിച്ച് ഹൈവേക്ക് സ്ഥലം കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് അതിനകത്ത് തിങ്ങിക്കൂടി വർക്ക് ചെയ്തിരുന്ന ഈ കാലയളവിൽ ഇപ്പോൾ ഞങ്ങൾ ആ കെട്ടിടം പൊളിച്ചില്ല, ഭാഗികമായി പൊളിച്ചതിന് ശേഷമുള്ള ഭാഗം കെട്ടിയടക്കുകയും ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഇരിപ്പിടം ഉണ്ടാക്കുകയും ചെയ്ത് അതൊരു നവീകരിച്ച കെട്ടിടമാക്കി മാറ്റി. നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 23 വൈകിട്ട് 3:30 മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. 101 പേർക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് MG ഗോപിനാഥൻ പിള്ള അധ്യക്ഷത വഹിക്കും. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ് മുതിർന്ന ആധാരമെഴുത്തുകാരെ ആദരിക്കും. UDF ചവറ മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം I വിജയലക്ഷ്മി തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പങ്കെടുക്കും. കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക 5ാമത് പുരസ്കാരം ബെസ്റ്റ് പാർലമെന്റേറിയൻ NK പ്രേമചന്ദ്രന് ഓഗസ്റ്റ് 24 രാവിലെ 10 ഓണാഘോഷത്തോടും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണത്തോടുമുള്ള സമ്മേളനത്തിൽ നൽകും. മുൻ MLA ഡോക്ടർ സുജിത് വിജയൻ പിള്ള അവാർഡ് വിതരണം നിർവഹിക്കും. അശാസ്ത്രീയമായ ഡിജിറ്റൽ സർവേ നിർത്തലാക്കുക, ആധാരമെഴുത്തുകാരുടെ മരണാനന്തരം 15 ലക്ഷം രൂപ കുടുംബസഹായം നൽകുക, 65 വയസ്സ് കഴിഞ്ഞ ആധാരമെഴുത്തുകാർക്ക് ലൈസൻസ് സറണ്ടർ ചെയ്യാതെ പെൻഷൻ നൽകുക, 65 വയസ്സ് കഴിഞ്ഞവർക്കും ഓണം ഫെസ്റ്റിവലിൽ അലവൻസ് കൊടുക്കുക, കേരളത്തിലെ ആധാരമെഴുത്തുകാർ കൈപ്പട ലൈസൻസുകൾ വെണ്ടർമാർ എന്നിവർക്ക് ESI ആനുകൂല്യം നൽകുക, ആധാരമെഴുത്ത് ക്ഷേമനിധിയിലേക്ക് സർക്കാരിന്റെ വിഹിതം കൂടി നിക്ഷേപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നേതാക്കൾ ഉന്നയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MG ഗോപിനാഥൻ പിള്ള, സെക്രട്ടറി ജെറോം നെറ്റോ, ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ SB ശിവപ്രസാദൻ പിള്ള, വൈസ് പ്രസിഡന്റ് B കൃഷ്ണകുമാർ, ട്രഷറർ T ബാബുപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവിക്കാനുള്ള ആവശ്യമനുസരിച്ചുള്ള പെൻഷൻ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടതും പ്രഥമമായ ആവശ്യം. കൂടാതെ ഈ മേഖലയിൽ ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം കുറച്ചൊക്കെ നല്ലതുണ്ട്, കുറച്ചൊക്കെ ഭവിഷ്യത്തുണ്ട്. ഇതെല്ലാം പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ആധാരം എഴുതുക എന്ന് പറയുന്നത് 1955 എഴുതിയ ആധാരം ഇന്നും എഴുത്ത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഡിജിറ്റൽ സർവേയിൽ എടുത്ത അക്ഷരങ്ങൾ ഒരു 6 മാസം മുമ്പെടുത്ത് തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാലങ്ങൾ കഴിയുന്തോറും ഒരു ആധാരം എന്ന് പറയുന്നത് എഴുതി വെച്ചേക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു പ്രശസ്തിയും പണ്ടത്തെ പോലെ ഇല്ലാതാകുന്ന ഒരു പ്രവണത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആധാരമെഴുത്തുകാരുടെ പ്രതി എന്നുള്ളതിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.